മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആനിൻ്റെ മാസമായ റമളാനിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. റമളാനിൻ്റെ നന്മകൾ എല്ലാം വാരിക്കൂട്ടുവാൻ, ജീവിതത്തെ മാറ്റിപ്പണിയുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7-ാമത്തെ അധ്യായമായ സൂറ അൽ അഅറാഫാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അഅറാഫിലെ 51 സൂക്തങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഇന്ന് 52 മുതലുള്ള സൂക്തങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جئناهم بكتاب فصلناه على علم هدى ورحمة لقوم يؤمنون. هل ينظرون إلا تأويله يوم يأتي تأويله يقول الذين نسوه من قبل قد جاءت رسل ربنا بالحق فهل لنا من شفعاء فيشفعوا لنا أو نرد فنعمل غير الذي كنا نعمل قد خسروا أنفسهم وضل عنهم ما كانوا يفترون. സൂറത്തുൽ അഅറാഫിലെ കഴിഞ്ഞ സൂക്തങ്ങളിൽ നാം അഅറാഫുകാരെ കുറിച്ച് തന്നെയായിരുന്നു പഠിച്ചത്. അഥവാ സ്വർഗത്തിനും നരകത്തിനും ഇടയിലെ ഉയർന്ന മതിൽക്കെട്ടിന്റെ മുകളിൽ അകപ്പെട്ടു പോകുന്ന ചിലരെ കുറിച്ചാണ് പഠിച്ചത്. 44 മുതലുള്ള ഒരു പേജ് മുഴുവനായും അവരെ കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു. ആ അഅറാഫുകാര് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവരോട് സലാം പറയും. അവർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കും. അതേ സമയത്ത് നരകത്തിലേക്ക് നോക്കുമ്പോഴോ നരകത്തിലെ ഭീകരമായ കാഴ്ചകൾ കണ്ട് പടച്ചവനെ ഇതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്വർഗാവകാശികളായവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അഥവാ അഅറാഫിലുള്ളവര് എല്ലാവരും സ്വർഗക്കാരായിട്ട് ഒടുവിൽ മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേ സമയത്ത് നരകക്കാരായ ആളുകളുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? ആ നരകക്കാരുമായിട്ട് അഅറാഫുകാർ സംസാരിക്കുന്ന സൂക്തങ്ങളും നാം മനസ്സിലാക്കേണ്ടായി. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അള്ളാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങൾ പുലർന്നില്ലേ എന്ന് നരകക്കാരോട് ചോദിക്കുമ്പോൾ തീർച്ചയായും പുലർന്നിരിക്കുന്നു എന്നായിരിക്കും അവരുടെ മറുപടി. ആ നരകക്കാര് സ്വർഗക്കാരോട് ചോദിക്കും, ഞങ്ങൾക്ക് അല്പം വെള്ളം ഒഴിച്ചു തരാമോ, ഒന്ന് തൊണ്ട നനക്കാൻ. പക്ഷെ അള്ളാഹു താല അവർക്കത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന മറുപടിയാണ് അവർക്ക് ലഭിക്കും. എന്തുകൊണ്ടാണ് നരകക്കാർ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് എന്നതിൻ്റെ കാരണം അള്ളാഹു സുബ്ഹാനഹു തആല 51-ാമത്തെ ആയത്തിൽ പറഞ്ഞിരുന്നു. എന്താണ്? അവരുടെ ദീനിനെ, അവർക്ക് വേണ്ടി അള്ളാഹു നൽകിയ ജീവിതക്രമത്തെ അവർ കളി തമാശയാക്കി മാറ്റി. അതുപോലെ ഭൗതിക ജീവിതത്തിന്റെ പകിട്ടിൽ അവർ വഞ്ചിതരായിപ്പോയി. ഇങ്ങനെ ഒരു ദിനത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന കാര്യം തന്നെ അവർ വിസ്മരിച്ചു കളഞ്ഞു. നമ്മുടെ സൂക്തങ്ങളെ അഥവാ അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ അവര് തള്ളിപ്പറയുകയും ചെയ്തു. അതുകൊണ്ട്
അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ നമ്മെ വിസ്മരിച്ചതുപോലെ, മറന്നു കളഞ്ഞതുപോലെ ഇന്ന് നിങ്ങളെ നാമും മറന്നു കളഞ്ഞിരിക്കുന്നു എന്നാണ് അവർക്ക് മറുപടി ലഭിക്കുന്നത്. ഇനി 52-ാമത്തെ സൂക്തത്തിലേക്ക് പോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെയുള്ള ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവർ അബദ്ധത്തിൽ പെട്ടുപോകുന്നതാണോ, അതല്ലെങ്കിൽ അവർ ബോധപൂർവം തെരഞ്ഞെടുക്കുന്ന വഴിയാണോ ഈ തെറ്റായ വഴി? അതാണ് 52-ാമത്തെ സൂക്തം. അർത്ഥം ശ്രദ്ധിക്കാം. വലഖദ് ജിഅ്നാഹും ബികിതാബിൻ, അള്ളാഹു പറയാണ്, വലഖദ് തീർച്ചയായും, ജിഅ്നാ നാം വന്നിട്ടുണ്ട്, ജിഅ്നാഹും നാം അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശം. നാം അവരുടെ അടുക്കൽ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ബി കിതാബിൻ, ഒരു വേദഗ്രന്ഥം. ജാ വന്നു എന്നാണ് അർത്ഥം. ബി അർത്ഥം കൊണ്ട് എന്നാണ്. അപ്പൊ ജാ ബി എന്ന് പറയുമ്പോൾ കൊണ്ടുവന്നു എന്നാണ് അർത്ഥം. ഒരു സാധനം കൊണ്ടുവരിക. ജാഅത് ഫാത്തിമ ബിഷായ്, ഫാത്തിമ ചായയും കൊണ്ടുവന്നു എന്നായിരിക്കും. അപ്പൊ ജാ ബി ആണ് ഇവിടെ. വലഖദ് ജിഅ്നാഹും ബി കിതാബിൻ, നിശ്ചയം നാം ഒരു വേദം ഗ്രന്ഥം നൽകിയിട്ടുണ്ട്, ഇവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ളതാണ്? ഫസ്സൽനാഹു അലാ ഇൽമിൻ, ഫസ്സൽന നാം അതിനെ വിസ്തരിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്, അലാ ഇൽമിൻ തികഞ്ഞ ജ്ഞാനത്തിന്റെ, അറിവിന്റെ അടിസ്ഥാനത്തിൽ. അള്ളാഹു പറയാണ്, അള്ളാഹു അവന്റെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം നാം ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതിലെന്തൊക്കെയുള്ളത്? ഹുദയുണ്ട്, സന്മാർഗ ദർശനമായിട്ടാണ് നൽകിയത്. വറഹ്മ, അത് അനുഗ്രഹവുമാണ്. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള ജനത്തിന് അത് സന്മാർഗമാണ്, അത് അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ഇത് മക്കയിലുള്ളവര് ആണല്ലോ ഈ സൂറ അഭിസംബോധന ചെയ്യുന്നത്. മക്കക്കാരോട് പറയാണ്, അവർക്കും ഇതേ ഗതി വന്നുപെടാമല്ലോ. പ്രവാചകനെ തള്ളി പറയുന്നു, ഖുർആനിനെ അംഗീകരിക്കാതിരിക്കുന്നു, സത്യത്തോടൊപ്പം സഞ്ചരിക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോ ഇതേ അവസ്ഥ ഇവർക്കും വന്നുപെടാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ കൂടി ഉണർത്തുകയാണ്. നിങ്ങൾക്ക് ഇതാ ഒരു പ്രവാചകനും ഒരു വേദഗ്രന്ഥവും വന്നിരിക്കുന്നു. എങ്ങനെയുള്ള വേദഗ്രന്ഥാണ്? ഫസ്സൽനാഹു അലാ ഇൽം, അള്ളാഹുവിന്റെ ജ്ഞാനത്താൽ വിശദീകരിക്കപ്പെട്ടത് എന്നാണ് അതിന്റെ ഉദ്ദേശം. അള്ളാഹു അൽ അലീമാണ്, സകലം അറിയുന്നവനാണ്. അവന്റെ അറിവിന് പരിമിതികളില്ല. ഭൂതവും വർത്തമാനവും ഭാവിയും ഒരേപോലെ ഒരേ സമയത്ത് എല്ലാം വർത്തമാനകാലം എന്ന പോലെ വ്യക്തമായി അവന്റെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള അള്ളാഹു വരാൻ പോകുന്ന പരലോകത്തെക്കുറിച്ചും രക്ഷാശിക്ഷകളെ കുറിച്ചും പറയാണ് അല ഇൽമിൻ, ഇത് അന്ധവിശ്വാസമല്ല. പുതിയ കാലത്ത് അങ്ങനെയൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഈ IT യുഗത്തിൽ, AI യുഗത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളാണോ വിളിച്ചു പറയുന്നത്? IT-യും AI-യും ഒക്കെ അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് മനുഷ്യൻ ആർജിച്ചെടുത്തതാണ്. അതുകൊണ്ട് സത്യം സത്യമല്ലാതാവില്ലല്ലോ. അതിനാൽ അല ഇൽമിൻ, ദൈവികമായ ജ്ഞാനത്താൽ വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥമാണത്. നോമ്പിനെ കുറിച്ച് പറയുന്ന ആയത്തില് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ എന്ന് പറയുന്നുണ്ട്. ഈ ഖുർആൻ ഹുദൽ ലിന്നാസാണ്, ജനങ്ങൾക്ക് വഴി കാണിക്കുന്നതാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ സന്മാർഗത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങിയതാണ്. വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതാണ്. അങ്ങനെയാണ് പരാമർശം. ഇതെല്ലാം ഖുർആനിന്റെ വിശദീകരണങ്ങളായിട്ട് പറയാണ്. അവ്യക്തതകളില്ല, എല്ലാം വ്യക്തമാണ്. ഇവിടെ ഫസ്സൽനാഹു അലാ ഇൽം, അള്ളാഹു അവന്റെ യഥാർത്ഥ ജ്ഞാനത്താൽ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഖുർആനിക വചനങ്ങളെ സംശയിക്കാൻ ഒരു പഴുതുമില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. പിന്നെ ഈ ഖുർആൻ, ഈ വേദഗ്രന്ഥം നൽകുന്ന പ്രയോജനങ്ങൾ ഹുദം വറഹ്മ. ഒന്നാമത്തെ സന്മാർഗമാണ്. വഴിയറിയാത്ത മനുഷ്യന്
യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുന്നു. വറഹ്മ, ഇത് കാരുണ്യമാണ്, പ്രയാസമല്ല. ഖുർആനിൽ ഒരുപാട് കൽപ്പനകളുണ്ട്, പക്ഷെ ആ കൽപ്പനകളെല്ലാം ആത്യന്തികമായിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല. ഇതാണ് ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള സമൂഹം. നിലവിൽ വിശ്വസിച്ച് കഴിഞ്ഞവർ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള സമൂഹത്തിന് ഇത് സന്മാർഗമാണ്, അനുഗ്രഹമാണ് എന്നാ പറയുന്നത്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തില് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നുണ്ട്. മുത്തഖികൾക്ക്, ഭക്തരായവർക്ക് ഇതിൽ സന്മാർഗമുണ്ട്. അവിടെയും ഇങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. ഭക്തരായ ആളുകൾക്ക് പിന്നെയും എന്തിനാ സന്മാർഗം എന്ന് ചോദിക്കാമല്ലോ. അവിടെ സത്യാന്വേഷികളായ ആളുകൾക്ക് എന്നൊരു വ്യാഖ്യാനം മുഫസ്സിറുകൾ നൽകുന്നത് കാണാം. അതേപോലെയാണ് ഇവിടെ ലിഖൗമി യുഅ്മിനൂൻ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള ജനത്തിന് ഈ ഖുർആൻ വഴി കാണിക്കും. ഇത് ഹുദയാണ്. വറഹ്മ, ഇത് കാരുണ്യവുമാണ്. ഈ നിലയ്ക്ക് വിശുദ്ധ ഖുർആനിനെ അറിഞ്ഞാൽ, ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അത് വളരെ പ്രയോജനപ്രദമായിട്ട് മാറും. പുതിയ കാലത്ത് പല സംഭവങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അല്ലെ? തിരുവനന്തപുരത്ത് ഒരു കുട്ടി, 23 വയസ്സുള്ള ഒരു യുവാവ് തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ വെട്ടിവീഴ്ത്തി മണിക്കൂറുകൾ കൊണ്ട് ഓടി നടന്ന് കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ വായിച്ചു, അല്ലെ? എന്താ കാരണം? ഖുർആനിൽ നിന്ന്, ദൈവിക നിയമവിധികളിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അരുതായ്മകളിലേക്ക് എടുത്തു ചാടുന്നത്. ഈ ഹുദ, ഈ റഹ്മത്ത് ആസ്വദിക്കാൻ ആ കുടുംബത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. വാപ്പ ഗൾഫിലാണ്, അല്ലെ? മരുഭൂമിയിലാണ്, പലതരം കടത്തിലും ബാധ്യതകളിലും പെട്ട് ഇങ്ങോട്ട് വരാൻ കഴിയാതെ പ്രയാസപ്പെടുമായിരുന്നു. അതേസമയത്ത് ഉമ്മ നാട്ടില് ഒരുപാട് കടം വാങ്ങിച്ചു കൂട്ടിയിട്ട് 10-65 ലക്ഷമായിട്ട് വർദ്ധിച്ചു. ഈ യുവാവും ഇതുപോലെ തന്നെ സുഖ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാശ് കടം വാങ്ങിച്ചു. അങ്ങനെ ഒരു മൊത്തത്തില് ട്രാപ്പിലകപ്പെട്ടു പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. പിന്നീട് ഇയാള് അത് ഏറ്റെടുത്ത് എല്ലാവരുടെയും ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. എന്താ കാരണം? അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുമ്പോൾ വേറെ എന്തൊക്കെയോ ആയിട്ട് മാറും. ഇത് വിശ്വാസരംഗത്ത് സംഭവിക്കും, വിശ്വാസ വ്യതിചലനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സാംസ്കാരിക നിലവാരത്തിൽ മാറ്റം വരും, സാമ്പത്തിക ഇടപാടുകളിൽ പ്രശ്നം വരും. പലിശ ഇടപാടുകളും മറ്റൊക്കെ ചെന്നുപെടുമ്പോൾ ഉണ്ടല്ലോ, മനുഷ്യൻ അതിൽ നിന്ന് കരകയറാൻ കഴിയാത്ത പ്രയാസം ഉണ്ടാവും. അവിടെയൊക്കെ ഖുർആൻ കൃത്യമായിട്ട് വഴി കാണിക്കുന്നുണ്ട്. ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് പാടില്ലാത്തത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ വിജയമുണ്ട്. അല്ലെങ്കിലോ, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിങ്കൽ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന സാഹചര്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വേദവുമായി ബന്ധപ്പെട്ട്, ഈ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഖുർആനിൽ ഒരുപാട് പ്രവചനങ്ങളുണ്ടല്ലോ. പരലോകത്തെത്തുമ്പോൾ നല്ല മനുഷ്യർക്ക് സ്വർഗം ലഭിക്കും, ചീത്ത മനുഷ്യർക്ക് നരകം ലഭിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷ വാർത്തയും താക്കീതുകളുമായിട്ടുള്ള പ്രവചനങ്ങൾ കാണും. ആ പ്രവചനങ്ങൾ പുലരാനുള്ളതാണോ അല്ലയോ എന്നതിനെ കുറിച്ചാണ് 53-ാമത്തെ ആയത്തിലെ പരാമർശം. അള്ളാഹു ഒരു ചോദ്യം കൊണ്ട് തുടങ്ങാണ്. ഹൽ യൻദുറൂന ഇല്ലാ തഅ്വീല. ഹൽ ആണോ, യൻദുറൂൻ നളറ യൻദുറു നോക്കി, ഹൽ യൻദുറൂൻ ഇവിടെ പ്രതീക്ഷിച്ചു എന്നുള്ള അർത്ഥമാണ്. ഹൽ യൻദുറൂൻ അവർ പ്രതീക്ഷിക്കുന്നുവോ, അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇല്ലാ തഅ്വീലഹു അതിൻ്റെ പുലർച്ചയല്ലാതെ. തഅ്വീൽ എന്ന വാക്കിന് ഒരു കാര്യം പുലരുക എന്നുള്ള ആശയമുണ്ട്. അവ്വല യുഅവ്വിലു തഅ്വീൽ, വാഗ്ദാനം, മുന്നറിയിപ്പ്, പ്രവചനം എന്നൊക്കെയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴാണ് അത് സഫലമാവുക, യാഥാർത്ഥ്യമാവുക, പുലരുക എന്നൊക്കെ പറയുന്നത്. തഅ്വീൽ എന്ന വാക്കിന്റെ അർത്ഥം പര്യവസാനം എന്നർത്ഥമുണ്ട്, പിന്നെ വ്യാഖ്യാനം എന്നർത്ഥമുണ്ട്. തഅ്വീലുൽ അഹാദീസ്, യൂസുഫ് അലൈഹിസ്സലാം
സ്വപ്നം വ്യാഖ്യാനിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഖുർആന്റെ പ്രയോഗം തഅ്വീലുൽ ഹാദീസ് എന്നാണ്, സ്വപ്ന വ്യാഖ്യാനം. അതുപോലെ വിശദീകരണം, ഒരു സംഗതിയുടെ ഒടുക്കം, അവസാനം, അനന്തരഫലം എന്നൊക്കെ തഅ്വീൽ എന്ന വാക്കിന് അർത്ഥമുള്ളതായിട്ട് കാണാൻ പറ്റും. ഏതായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് പര്യവസാനം എന്നുള്ളതാണ്. ഹൽ യൻദുറൂന ഇല്ലാ തഅ്വീല, ഈ വേദത്തിലെ പ്രവചനങ്ങളുടെ പുലർച്ചയല്ലാതെ മറ്റെന്തിനെയാണ് ഇവർ കാത്തിരിക്കുന്നത്? അപ്പൊ വിശുദ്ധ ഖുർആനില് ഒരുപാട് കൽപ്പനകൾ വന്നിട്ടുണ്ടല്ലോ. ആ കൽപ്പനകൾ യാഥാർത്ഥ്യമാവും. ആ താക്കീതുകൾ, പ്രവചനങ്ങൾ എല്ലാം പുലരും. ഇപ്പൊ നിങ്ങൾക്കത് അന്ധവിശ്വാസമായിട്ടൊക്കെ തോന്നും, പക്ഷെ അത് പുലരുന്ന ഒരു നാൾ വരിക തന്നെ ചെയ്യും എന്നാണ്. അപ്പൊ അതിനെയല്ലാതെ മറ്റെന്തിനാണ് അവർക്ക് കാത്തിരിക്കാനുള്ളതെന്ന് ചോദിച്ചാലോ, തീർച്ചയായിട്ടും ഖിയാമത്ത് സംഭവിക്കും. അപ്പൊ അതിനെ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ, അത് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പൊ നിങ്ങൾ അത് അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തില് അത് സംഭവിക്കാനിരിക്കുന്നത് തന്നെയാണ്. യൗമ യഅ്തി തഅ്വീലുഹു, എന്നിട്ട് അള്ളാഹു അത് വിശദീകരിക്കാണ്. യൗം, ഒരു ദിവസം, യഅ്തി, വരുന്ന നാളിൽ, തഅ്വീലുഹു, അതിന്റെ പുലരൽ, അള്ളാഹുവിന്റെ പ്രവചനങ്ങളുടെ പുലർച്ച സംഭവിക്കുമ്പോൾ, യഖൂൽ, അപ്പോ ആളുകൾ പറയും, വിലപിക്കും. അല്ലദീന നസൂഹു, ആരാണ്? അല്ലദീന, ഒരു കൂട്ടർ, നസിയ, മറന്നു, നസൂഹു, അതിനെ, ഈ പുലർച്ചകളെ, യാഥാർത്ഥ്യമാകുന്ന കാര്യങ്ങളെ മറന്നുപോയ ആൾക്കാര് പറയും. മിൻ ഖബൽ, നേരത്തെ മറന്നുപോയ, ഈ ലോകത്ത് വെച്ച് ഇതൊന്നും ഉൾക്കൊള്ളാതെ ഇതെല്ലാം അവഗണിച്ച് നടന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയാ? ഖദ് ജാഅത്, തീർച്ചയായും ഇതാ വന്നിരിക്കുന്നു, റുസുലു റബ്ബിന, നമ്മുടെ നാഥന്റെ ദൂതൻ വന്നിട്ടുണ്ടായിരുന്നു, ബിൽ ഹഖ്, സത്യവുമായിട്ട് വന്നിരുന്നു എന്ന് ഇപ്പൊ പരലോകത്ത് വെച്ച് അവർ പറയാണ്. അള്ളാഹുവിന്റെ പ്രവചനങ്ങൾ ഓരോന്നും പുലരുമ്പോൾ, അഥവാ പരലോകത്തെത്തിയിട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് വിധേയമാകുന്ന ആളുകൾ പറയാണ്, ഖദ് ജാഅത് റസൂലു റബ്ബിനാ ബിൽ ഹഖ്, ശരിയാണ് കേട്ടോ, അന്നാ വന്നത് പ്രവാചകൻ തന്നെയായിരുന്നു, നമുക്ക് അബദ്ധം പറ്റിയതാണ്, നമ്മൾ അന്ന് തള്ളിപ്പറഞ്ഞു, അതൊരു വിഷയമായിട്ട് നമുക്ക് തോന്നിയില്ല, അയാളെ കുറ്റപ്പെടുത്തി പരിഹസിച്ച് മാറ്റി നിർത്തി പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലാണ് സംഗതി ശരിയായിരുന്നു അല്ലേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ തന്നെയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തല്ലേ നമ്മള് ഭ്രാന്തനാണ്, ജ്യോത്സ്യനാണ്, കവിയാണെന്നൊക്കെ വിളിച്ചു നടന്നത്. അതുകൊണ്ട് ഫഹൽ ലനാ മിൻ ശുഫആ, ഇതാണ് അവർക്ക് ഇപ്പൊ അറിയേണ്ടത്. ഫഹൽ ലനാ, ഞങ്ങൾക്കുണ്ടോ, മിൻ ശുഫആ, ശുപാർശകരിൽപ്പെട്ട വല്ലവരും, വല്ല ശുപാർശകരെയും കിട്ടാനുണ്ടോ? അങ്ങനെയുണ്ടല്ലോ ചില സന്ദർഭങ്ങളിൽ. ഇപ്പോ വലിയ ഫുട്ബോൾ മത്സരം നടക്കുകയാണ്, അപ്പൊ ടിക്കറ്റ് ഒന്നും എടുക്കാതെ സ്റ്റേഡിയത്തിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ, അല്ല നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വല്ല വഴിയുണ്ടോ, ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് അവിടെ വെച്ച് അന്വേഷിക്കുന്ന ഒരു പ്രകൃതം. അപ്പൊ ഈ ലോകത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും കാണിച്ചു കൊടുത്തിട്ട് അത് സ്വീകരിക്കാതെ നടന്നിട്ട് ഇപ്പൊ പരലോകത്തെത്തിയപ്പോൾ ചോദിക്കുക, ഫഹൽ ലനാ മിൻ ശുഫആ, നമുക്ക് ശുപാർശകന്മാരായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും പറ്റിയ വല്ല ശുപാർശകരെയും കിട്ടുമോ? ഫയശ്ഫഊ, അങ്ങനെ അവർ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്താല് അത് വലിയ കാര്യമായിരുന്നു. ഫയശ്ഫഊ ലനാ ഔ നുറദ്ദു ഫനഅമല ഗൈറല്ലദീ കുന്നാ നഅമൽ, ഔ നുറദ്ദു, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചയക്കപ്പെടുമോ? ഈ പരലോകം വലിയ ബുദ്ധിമുട്ടാണ്, എങ്ങനെ കഴിച്ചുകൂട്ടും? അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഭൂമിയിൽ എത്തിയാൽ മതിയായിരുന്നു. ഔ നുറദ്ദു, അല്ലെങ്കിൽ നാം മടക്കപ്പെടുമോ, റദ്ദ യറുദ്ദു, മടക്കി, ഫനഅമല, അപ്പോ അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ തിരിച്ചെത്തുകയാണെങ്കിൽ ഞങ്ങൾ പ്രവർത്തിച്ചോളുമായിരുന്നു. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഗൈർ, അല്ലാത്തത്, അല്ലദീ, ഏതല്ലാത്തത്, കുന്ന, നാം ആയിരുന്നല്ലോ, നഅമൽ, നാം പ്രവർത്തിച്ചിരുന്നു, നാം ഭൂമിയിൽ വെച്ച് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതല്ലാത്ത നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. ഒരവസരം കൂടി തന്ന് നമുക്ക് ദുനിയാവിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ എന്നാ പറയുന്നത്. നടക്കോ?
ഒരിക്കലും സാധ്യമല്ല അല്ലെ? മരണാസന്നരായ ആളുകളൊക്കെ ഇങ്ങനെ വിലപിക്കുമെന്നല്ലേ? ഒരവസരം കൂടി തന്നാൽ റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. കുറച്ചുകൂടി ഒന്ന് പിന്തിച്ചാൽ, ഒരു മണിക്കൂർ കിട്ടിയാൽ പോലും അതുകൊണ്ട് ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യും, നല്ലവരിൽ ഉൾപ്പെടും. ഇപ്പൊ നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ ഉണ്ടായിട്ട് പലപ്പോഴും അത് വെറുതെ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് പരലോകത്തെത്തുമ്പോൾ ആഗ്രഹിക്കുകയാണ്, ഒന്നുകൂടി ദുനിയാവിലെത്തിയാൽ ഞാൻ ദുനിയാവിലെ എല്ലാ നന്മകളും വാരിപ്പിടിക്കും എന്നാണ് പറയുന്നത്. ഖദ് ഖസിറു അൻഫുസഹും, അള്ളാഹു പറയാണ്, ഖദ് ഖസിറു, അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, അൻഫുസഹും, അവരെ തന്നെ നഷ്ടത്തിൽ അകപ്പെടുത്തിയ ആൾക്കാരാണ് അവര്. വളല്ല അൻഹും, അവരിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുന്നു. വല്ല, വഴിമാറിപ്പോയി. മാക്കാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചതെന്തോ അത്. എന്താണ് കെട്ടിച്ചമച്ചത്? പരലോകത്തെത്തുമ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഗേറ്റിന്റെ അടുത്ത് വന്നാൽ മതി കേട്ടോ, ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങളെ കാര്യം ഞാൻ ഏറ്റു എന്ന രൂപത്തിൽ പലരും ശുപാർശ ഏറ്റുപറയുന്നവരായിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ ലോകത്ത് വെച്ച് അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴികളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോഴോ ഒരു വാതിൽക്കലും ആരെയും കാണുന്നില്ല. എല്ലാവരും അവരവരുടെ വിചാരണയുടെ തിരക്കിലാണ്. ഒരു വിധത്തിലും അകത്ത് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും അള്ളാഹുവിന്റെ പ്രവാചകനെയും വേദഗ്രന്ഥത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് അങ്ങനെ താന്തോന്നികളായിട്ട് ജീവിച്ച ആൾക്കാരുടെ പരലോകത്ത് അവരനുഭവിക്കുന്ന ഒരു ചിത്രമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ഒന്നുകൂടി അർത്ഥം പറയാം. ഹൽ യൻദുറൂന ഇല്ലാ തഅ്വീല, ഈ വേദത്തിലെ പ്രവചനങ്ങൾ പുലരുന്നതിനെ അല്ലാതെ മറ്റെന്താണ് ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വേദം പുലരാനുള്ളതാണ്. പകൽ വെളിച്ചം പോലെ യാഥാർത്ഥ്യമാവും, യാതൊരു സംശയമില്ല. ഇപ്പൊ നിങ്ങൾക്കിത് കേവലം അന്ധവിശ്വാസമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ദൈവിക വചനങ്ങളാണ്, പുലരാനുള്ളതാണ്. യൗമയഅതി തഅ്വീലുഹു, അങ്ങനെ അതിന്റെ പുലർച്ച സംഭവിക്കുന്ന ദിനം. യഖൂലുല്ലദീന നസൂഹു മിൻ ഖബൽ, നേരത്തെ ഇതിനെ, ഇങ്ങനെ ഒരു പരലോകമുണ്ട് എന്നതിനൊക്കെ മറന്നുപോയ ആൾക്കാര് പറയും, എന്താ പറയാ, ഖദ് ജാഅത് റസുലു റബ്ബിന ബിൽ ഹഖ്, ശരിയായിരുന്നു കേട്ടോ, പ്രവാചകന്മാർ വരും എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ പ്രവാചകന്മാരൊക്കെ വന്നിരുന്നു, അവര് സത്യവുമായിട്ട് തന്നെയാണ് വന്നത്, നമ്മളാണ് അവരെ കളവാക്കിയത്. അതുകൊണ്ട് ഈ ലോകത്തിനി ശുപാർശ നേടിയും മറ്റുമൊക്കെ രക്ഷപ്പെടാൻ കഴിയുമോ? അതിനല്ലാതെ വേറെ പഴുതുകളൊന്നും കാണുന്നില്ല. ഈ ലോകത്ത് വെച്ച് പുരോഹിതന്മാരും മറ്റും വന്ന് പലതും പറഞ്ഞിരുന്നല്ലോ, പരലോകം ഉണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളും, ഒന്നും പേടിക്കണ്ട, ഇന്ന പോസ്റ്റിന്റെ അടുത്ത് വന്ന് നിന്നാ മതി, അല്ലെങ്കിൽ ഞമ്മന്റെ ആളാണെന്ന് പറഞ്ഞാൽ മതി എന്ന രൂപത്തിലൊക്കെ പറഞ്ഞിരുന്നു. ഫഹൽ ലനാ മിൻ ശുഫാ, അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങാണ് ഓരോ ആളും. ഫഹൽ ലനാ മിൻ ശുഫാ ഫയശ്ഫഉ ലനാ, ശുപാർശ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ കഴിയുന്നവര് ഉണ്ടോ എന്നാണ് അവരുടെ ഒരു ചോദ്യം. രണ്ടാമത്തെ എന്താണ്? ഔ നുറദ്ദു ഫനഅമല ഗൈറല്ലദീ കുന്നാ നഅമൽ, അല്ലെങ്കിൽ ഞങ്ങളെ ഭൂമിയിലേക്ക് ഒരു ചാൻസ് കൂടി തന്നൊന്ന് പറഞ്ഞേക്കൂ, എങ്കിൽ ഞങ്ങൾ ഒരു സേ പരീക്ഷ ചെയ്തിട്ട് വരാം. അങ്ങനെയല്ലേ, പരീക്ഷയിൽ തോറ്റുപോയ കുട്ടികൾക്ക് സേ പരീക്ഷ അനുവദിക്കാറുണ്ട്. ആ കൊല്ലത്തിൽ തന്നെ ക്ലാസ് കയറ്റം കിട്ടാൻ വേണ്ടിയുള്ള ഒരു രണ്ടാമതൊരു ടെസ്റ്റ് നടത്തലാണ്. അങ്ങനെ ഔ നുറദ്ദു ഫനഅമല ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങളെ ഒന്ന് ഭൂമിയിലേക്ക് തന്നെ, നേരത്തെ ഞങ്ങൾ ഉണ്ടായിരുന്ന ദുനിയാവിലേക്ക് തന്നെ ഒന്ന് മടക്കിയാൽ നേരത്തെ ചെയ്തതിന്റെ നേരെ എതിരായിട്ടുള്ള നന്മകൾ ഞങ്ങൾ ഒരുപാട് ചെയ്തന്നെ. അല്ലാഹു പറയാണ്, ഖദ് ഖസിറു അൻഫുസഹും, ഇതൊന്നും ഇവരോട് പറയാത്ത കാര്യമൊന്നും അല്ലല്ലോ, നിരന്തരം പ്രവാചകന്മാര് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, പക്ഷെ ഉൾക്കൊണ്ടില്ല. അങ്ങനെ സ്വയം നാശത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു ഇവര്. വദല്ല അൻഹും, മാത്രമല്ല
അവരിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചു. വല്ല യദില്ലു വഴി തെറ്റി എന്നർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവരുടെ കണ്ണിൽ പെടാതെ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒളിഞ്ഞ് മറിഞ്ഞ് മാറിക്കളയുന്നുണ്ട്. വല്ല അൻഹും മാ കാനു യഫ്തറൂൻ, ഇവർ കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ചിരുന്ന രക്ഷകന്മാര് അവരിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് തലതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്നാണ്. അതിനാൽ കേവല വ്യാമോഹങ്ങളിൽ അകപ്പെട്ട് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഈ ആയത്ത് നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ശരിക്കും പരലോകത്ത് വരാനിരിക്കുന്ന കാഴ്ചകളെ അള്ളാഹു താല പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ ഖുർആനിലൂടെ അവതരിപ്പിക്കുകയാണ്. അതിനാൽ ഭാവി വരാനിരിക്കുന്നതാണ്. അന്ന് ലോകം അവസാനിക്കും. അന്ന് നമ്മൾ ചെയ്തതും പഠിച്ചതും മനസ്സിലാക്കിയതും അന്ധവിശ്വാസമായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? സാധ്യമല്ല. അന്ന് അള്ളാഹു പറഞ്ഞതൊക്കെ പുലരാനുള്ളതാണ്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇല്ലാതെയായി പോകുന്നതുമാണ്. അതിനാൽ കേവലമായ അന്ധമായ നിലപാടുകളിൽ അകപ്പെട്ടു പോകാതെ ധീരമായിട്ട് സത്യം ഏതാണ് എന്നാണോ ബോധ്യപ്പെടുന്നത് ആ സത്യത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സൂക്തങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കലാമിനെ യഥാവിധി അറിയാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് റമദാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. പഠിച്ചവനെ, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് നീ ഈ റമദാനിൽ പരമാവധി നന്മകൾ ചെയ്തു കൂട്ടുവാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. സംഭവിച്ചു പോയ അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ നാഥ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. ഖുർആനിനോടൊപ്പം സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.